ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. വീണ്ടും ലാലേട്ടൻ സിനിമകളുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണല്ലോ തുടരും. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എമ്പുരാൻ. ഈ രണ്ട് സിനിമകളും കഴിഞ്ഞ 49 ദിവസങ്ങൾക്കിടയിൽ നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് ലോകമെമ്പാട് നിന്നായിട്ട് ഇതുവരെ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത് 476 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷനാണ്. ഇതിൽ 190 കോടിയിൽ പരം കളക്ഷൻ വന്നിരിക്കുന്നത് ഇങ്ങ് കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം 1,20 ലക്ഷത്തോളം ആളുകൾ ഈ രണ്ട് സിനിമകൾ കഴിഞ്ഞ 50 ദിവസങ്ങൾക്കിടയിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വമ്പൻ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ തുടരും ഉൾപ്പെടെയുള്ള എമ്പുരാൻ ഉൾപ്പെടെയുള്ള വിവിധ സിനിമകളുടെ ഫുഡ് ഫോൾസ്, അതായത് കേരളത്തിലെ തിയേറ്ററുകളിലെ സിനിമ കണ്ടവരുടെ എണ്ണം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം നരസിംഹം, പുലിമുരുകൻ എന്നീ സിനിമകൾക്ക് ശേഷം 2000-ന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിൽ കാണുന്ന സിനിമയായിട്ട് ഏറ്റവും കൂടുതൽ ഫുഡ് ഫോൾസ് നേടിയെടുത്ത സിനിമയായിട്ട് ഇപ്പോഴത്തെ തുടരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുലിമുരുകന്റെ ഫുഡ് ഫോൾസ് കേരളത്തിൽ തുടരും എന്ന സിനിമയ്ക്ക് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 66 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ തുടരും എന്ന സിനിമ കേരളത്തിൽ കണ്ടിരിക്കുന്നു. 70 ലക്ഷത്തിലേക്ക് സിനിമയുടെ ഫുഡ് ഫോൾസ് ഈ ഞായറാഴ്ചയോടെ എത്തപ്പെടും എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം എമ്പുരാന്റെ ഫൈനൽ കേരള ഫുഡ് ഫോൾസ് 53,90,500 പരമായിരുന്നു. 2020-ന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന ഫുഡ് ഫോൾസ് ലഭ്യമാകുന്ന സിനിമ നേരത്തെ എമ്പുരാനായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എമ്പുരാനെ മറികടന്നിരിക്കുകയാണ് ലാലേട്ടന്റെ തന്നെ തുടരും. അതേസമയം 2020-ന് ശേഷം റിലീസ് ചെയ്ത സിനിമകളിൽ നരസിംഹം ഏകദേശം 90 ലക്ഷത്തിലധികം കേരള ഫുഡ് ഫോൾസും പുലിമുരുകൻ 80 ലക്ഷത്തിലധികം കേരള ഫുഡ് ഫോൾസുമാണ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ പുലിമുരുകന് താഴെയാണ് തുടരുമെന്ന സിനിമയുടെ ഫുഡ് ഫോൾസ് വന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ പുലിമുരുകന്റെ റേഞ്ച്, അതോടൊപ്പം തന്നെ പുലിമുരുകൻ തിയേറ്ററുകളിലെ കണ്ടവരുടെ എണ്ണം, ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഓവർസീസിലേക്ക് പറഞ്ഞവരുടെ എണ്ണം എല്ലാം തന്നെ എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായാലും ലാലേട്ടന്റെ തന്നെ റെക്കോർഡുകളാണ് മറികടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലാലേട്ടന്റെ കാര്യത്തിൽ റെക്കോർഡ്സ് പെരുമഴ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരും ഇൻഡസ്ട്രിയിൽ ഇല്ലേ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ലാലേട്ടന്റെ റെക്കോർഡുകളുടെ വാർത്തകൾക്ക്.